ഒരിക്കൽ മലയാള സിനിമയുടെ ആകാശത്ത് ഒരു കിരീടം ഉദിച്ചു. അത് വെറുമൊരു സിനിമയായിരുന്നില്ല, ഒരു അച്ഛന്റെ സ്വപ്നവും ഒരു മകന്റെ വിധിയും ജീവിതം എന്ന ക്രൂരമായ നാടകത്തിന്റെ കണ്ണുനീർ കലർന്ന അധ്യായവുമായിരുന്നു. 1989 തിയേറ്ററുകളുടെ ഇരുട്ടിലേക്ക് കടന്നു വന്ന കിരീടം എന്ന ആ കഥ കണ്ടിറങ്ങിയ ഓരോ മനുഷ്യന്റെയും ഹൃദയത്തിൽ ഒരു മുറിവ് വരച്ചു. കാരണം സേതുമാധവൻ ഒരു കഥാപാത്രമല്ലായിരുന്നു, നമ്മുടെ വീട്ടിലെ മകനായിരുന്നു, നമ്മുടെ അയൽവാസിയായിരുന്നു, ചിലപ്പോൾ നമ്മളായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി, തിയേറ്ററുകൾ മാറി, കഥകൾ മാറി, തലമുറകൾ മാറി. പക്ഷെ ഒരു കാര്യം മാത്രം മാറിയില്ല: സേതുമാധവന്റെ കണ്ണുകളിലെ ആ നിസ്സഹായത, അച്യുതൻ നായരുടെ നെഞ്ചിലെ ആ സ്വപ്നം, വിധി തട്ടിയെടുത്ത ജീവിതത്തിന്റെ ആ വേദന. ഇപ്പോൾ പതിറ്റാണ്ടുകൾക്ക് ശേഷം കിരീടം വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുമ്പോൾ അതൊരു റീ റിലീസ് മാത്രമല്ല, ലോഹിതദാസിന്റെ എഴുത്തിന്റെ പുനർജന്മമാണ്. സിബി മലയിൽ എന്ന സംവിധായകന്റെ ദൃശ്യകാവ്യത്തിന്റെ തിരിച്ചുവരവാണ്. മോഹൻലാൽ എന്ന നടന്റെ അഭിനയ വിസ്മയം വീണ്ടും വെള്ളിത്തിരയിൽ കാണാനുള്ള അവസരമാണ്. ഒരിക്കൽ അച്ഛന്റെ കൈപിടിച്ച് കിരീടം കണ്ടവർ ഇന്ന് സ്വന്തം മക്കളുടെ കൈപിടിച്ച് തിയേറ്ററുകളിലേക്ക് നടക്കുകയാണ്. വെള്ളിത്തിരയിൽ വീണ്ടും സേതുമാധവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ പുതിയ തലമുറ ഒരു സിനിമ കാണും, പഴയ തലമുറയോ തങ്ങളുടെ യുവത്വത്തെ വീണ്ടും കാണും. കാരണം ചില സിനിമകൾ ഹിറ്റാകുന്നു, ചില സിനിമകൾ ചരിത്രമാകുന്നു. പക്ഷെ കിരീടം പോലെയുള്ള സിനിമകൾ മനുഷ്യരുടെ ജീവിതത്തിന്റെ ഭാഗമായി തീരുന്നു. അതുകൊണ്ടാണ് കിരീടം വീണ്ടും വരുമ്പോൾ അത് ഒരു സിനിമയുടെ തിരിച്ചുവരവല്ല, ഒരു കാലഘട്ടത്തിന്റെ തിരിച്ചുവരവാണ്.